നമസ്കാരം സർ. നമസ്കാരം. എങ്ങനെയുണ്ട് പ്രവർത്തനമൊക്കെ? ഇപ്പോ കാര്യം പറഞ്ഞാലേ പിണറായി വിജയൻ 3.0, അതുപോലെ തന്നെ കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ മൂന്നാം തവണ ജനവിധി തേടുകയാണ്. അവിടെ മാറുമോ ഇവിടെ മാറുമോ എന്ന് ചോദ്യമില്ല. കോട്ടക്കൽ ഇപ്പൊ എന്താ പറയുക, ട്രെൻഡ് കണ്ടിട്ട് ഒരു ഏകപക്ഷീയമായ വിജയം കഴിഞ്ഞ തവണ ഒരു 17,000-ഓളം വോട്ടിന്റെ ലീഡായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ എങ്ങനെ കാണുന്നു? ഏറ്റവും നല്ലൊരു ഭൂരിപക്ഷം കോട്ടക്കൽ നിയോജകമണ്ഡലത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. ഇവിടുത്തെ മുന്നണി സംവിധാനം, ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ എല്ലാ പഞ്ചായത്തിലും നേതൃത്വവും പ്രവർത്തകന്മാരുമൊക്കെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുകയാണ്. വളരെ കാര്യമാത്ര പ്രസക്തമായി ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ലൊരു ഭൂരിപക്ഷം ഉണ്ടാക്കണം എന്നുള്ള തരത്തിൽ നേരത്തെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഒഴുക്ക് നമുക്കിവിടെ കാണാം. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തെ പര്യടനം ഞങ്ങൾക്ക് കഴിഞ്ഞു. രണ്ടാമത്തെ ഘട്ടത്തെ പര്യടനം ഇന്നലെ ആരംഭിച്ചു. ഇന്നിപ്പോൾ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലാണ്. അപ്പോൾ എല്ലാവരും നല്ല ഒരു ആത്മവിശ്വാസത്തിലാണ് ഏറ്റവും നല്ലൊരു ഭൂരിപക്ഷം കിട്ടുന്നത്. എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്? എന്തെല്ലാം പുതിയ, പ്രത്യേകിച്ചും ആധുനിക യുഗമാണ്, എന്തെങ്കിലും പുതുമ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടോ? അല്ല, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ മാർഗവും ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. കൺവെൻഷനായിട്ടുള്ള എല്ലാ പ്രചരണോപാധികളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പുതിയ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചരണ രീതിയും നമ്മൾ അവലംബിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിൽ അതെല്ലാം കമ്പൈൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പ്രത്യേകിച്ചും 2 ടേം 10 വർഷം പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ പോലും എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് ഈ കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്? അത് നമ്മൾ കൃത്യമായി ഞങ്ങൾ ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷം നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളുടെ ഒരു ബുക്ക് തന്നെ അടിച്ചിറക്കി ഈ മണ്ഡലത്തിൽ ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. അതിൽ 951 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതായിട്ട് അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. അതിലൊരു മാറ്റവും വരുത്താൻ കഴിയില്ലല്ലോ, തന്നില്ല എന്നും പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ കൃത്യമായും അതിൽ രേഖപ്പെടുത്തി ജനങ്ങൾക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അത് പ്രതിപക്ഷത്തിൽ ഇരുന്നു കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ കൊണ്ടുവരാം. സ്വാഭാവികമായിട്ടും പുത്തൂർ ചിറക്കൽ ബൈപ്പാസ്, അതുപോലെ തന്നെ ഫയർ സ്റ്റേഷന് ലാൻഡ് എടുത്തു, പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. ഇതെല്ലാം എന്ന് സ്വാഭാവികമായിട്ടും വോട്ടർമാർ എന്തുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല? എന്താണ് അതിനുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നത്? തടസ്സം ഈ ഗവൺമെൻറ്റാണ്, മുഖ്യമന്ത്രിയാണ്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അതിൻ്റെ സംവിധാനവുമാണ്, ധനകാര്യ വകുപ്പാണ്. കാരണം ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുക എന്ന് പറയുന്നതിൻ്റെ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അന്ത്യഘട്ടത്തിലേക്ക് എത്തുന്നത് പണം നൽകുമ്പോഴാണ്. ഇപ്പോൾ ഫയർ സ്റ്റേഷൻ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടങ്ങളിൽ നൽകിയതാണ്, അനുവാദം തന്നതാണ്. അതിന് നമ്മൾ ഈ 2016 കാലഘട്ടങ്ങളിൽ വന്ന ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തി ഈ ചന്ദ്രശേഖരൻ അതിന് ഞങ്ങളെ സഹായിച്ച് നമുക്കതിന് സ്ഥലം ലഭ്യമാക്കി. അതിന് ആവശ്യമായ PWD ആവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി, ആ ഫയർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഗവൺമെൻറ്റിന് സമർപ്പിച്ചു. AS കിട്ടി, DS കിട്ടി, കാര്യങ്ങളൊക്കെ നടന്നു. അതിൻ്റെ ഭരണാനുമതിക്കായി, അതിന് പൂർണ്ണമായ അനുമതിക്കായി ആ ഫയല് ഈ എസ്റ്റിമേറ്റോട് കൂടി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. അത് മുഖ്യമന്ത്രി മേശപ്പുറത്തിരിക്കുകയാണ്, അല്ലാതെ മുന്നോട്ട് പോയില്ല. ഇല്ല, ഒരു പ്രവർത്തനവും അതിൻ്റെ ഭാഗമായി. അത് ഇവിടെ മാത്രമല്ല, അപ്പോൾ വേങ്ങരയിൽ ഒരു ഫയർ സ്റ്റേഷൻ ആവശ്യപ്പെട്ടിട്ടായിരുന്നു, നടന്നില്ല. തേഞ്ഞിപ്പാലത്ത് ഒരു ഫയർ സ്റ്റേഷൻ ആവശ്യപ്പെട്ടാൽ നടന്നില്ല. എല്ലാ സ്ഥലമുണ്ട്, സ്ഥലമില്ലാഞ്ഞിട്ടല്ല, എസ്റ്റിമേറ്റും ഉണ്ട്. പക്ഷെ നൽകുന്നില്ലേ ഗവൺമെന്റ്, പണം നൽകണ്ടേ, എന്നാലും നടക്കൂ. ഇതേപോലെ തന്നെയാണ് ആരോഗ്യ മേഖലയിലും, അതേപോലെ തന്നെയാണ് പുത്തൂർ ചെനക്കൽ ബൈപ്പാസും. അതിന് സ്ഥലം ഏറ്റെടുപ്പൊക്കെ കഴിഞ്ഞ് അതിന് പണം കൊടുക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോൾ അതിന് പണം കൊടുത്തില്ല. പണം ഗവൺമെന്റ് കൊടുക്കണ്ടേ? അപ്പോൾ അത് കൊടുക്കാതെ അത് നശിപ്പിക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ ഒരു നിലപാട്. ആരോഗ്യ മേഖലയിൽ കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ എത്ര കണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്? അല്ല, ആരോഗ്യ മേഖലയിൽ നമ്മൾ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും, പബ്ലിക് ഹെൽത്ത് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൽ നമുക്ക് ഏറ്റവും നല്ല ഒരു പ്രവർത്തനം നടത്താൻ കഴിഞ്ഞത് താലൂക്ക് ആശുപത്രിയാണ്. താലൂക്ക് ആശുപത്രി ഗവൺമെന്റ് പൈസയല്ല, നബാർഡിന്റെ പൈസയാണ്. നബാർഡിൽ നിന്ന് ഫണ്ട് കിട്ടിയതാണ്. 19 കോടി രൂപ ഈ നബാർഡിൽ നിന്ന് അതിന് ആവശ്യമായ സമർപ്പണം നടത്തി ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്യാൻ ആവശ്യമായ എല്ലാ നടപടികളും നമ്മളും സ്വീകരിച്ചു. ആ നടപടിയുടെ ഭാഗമായി ഒരിക്കലും മന്ത്രിക്കും മറ്റും ഒഴിവാക്കപ്പെടാൻ കഴിയാത്ത വിധം ഫയൽ മേശപ്പുറത്ത് വെച്ച് ഒപ്പിടാൻ നിർവാഹമില്ല എന്നുള്ള നിരക്ക് അത് ഫയൽ സമർപ്പിച്ച് നമുക്കതിന് അനുവാദം കിട്ടി. നബാർഡ് 19 കോടി വന്നു, അത് പണി നടക്കണം. അതുപോലെ തന്നെയാണ് കോട്ടക്കൽ എന്ന് പറഞ്ഞ ആയുർവേദമാണ്, ഒരു ആയുർവേദ സർവകലാശാല
കാലങ്ങളായി പേപ്പറിൽ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ അതിലൊരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ കഴിയാതെ പോകുന്നത്? ഇടതുപക്ഷവും പിണറായിയും മുഖ്യമന്ത്രിയും ആയിരിക്കുന്നിടത്തോളം കാലം നടക്കൂല. കാരണം വെച്ചാൽ ഉമ്മൻചാണ്ടി സർക്കാർ അതിന് വന്നപ്പോൾ അവസാന ഘട്ടത്തിൽ സ്പെഷ്യൽ ഓഫീസർ വെച്ച് നല്ലവർക്ക് മുന്നോട്ട് പോകാൻ. പിന്നീട് ഈ ഗവൺമെൻറ് 16 വന്നപ്പോൾ നമ്മളത് ആവശ്യപ്പെട്ടപ്പോൾ ഒരു പിന്നെന്താണ് സമിതിയൊക്കെ വെക്കാമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ മുഖ്യമന്ത്രി പിടിച്ചു. മന്ത്രിക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും മുഖ്യമന്ത്രി പിടിച്ച് അത് പിന്നെന്താണ് കണ്ണൂരിലേക്ക് ഇപ്പോൾ അവിടെ റിസർച്ച് സെൻറ്ററും ആയുർവേദ സെൻറ്ററും ഒക്കെയായി അവിടെ വലിയ സംവിധാനം ഉണ്ടാക്കി ഒരുക്കി കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. എനിക്കറിഞ്ഞൂടെ നടന്നില്ലേ എന്നുള്ളത് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതിന് മുന്നോടിയായി നടക്കുന്നുണ്ട്. കോട്ടക്കൽ എന്ന് പറയുന്നത് ആയുർവേദത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായി ഈ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത കോട്ടക്കലല്ലേ, ആയുർവേദശാലയല്ലേ, ഇവിടുത്തെ ആയുർവേദ കോളേജല്ലേ. അത് കഴിയാതെ വേറെന്ത് ആയുർവേദ ഈ കേരളത്തിൽ എവിടെയുള്ളത്? അപ്പോൾ അതിനെ മറന്നുകൊണ്ട് മറ്റൊന്ന് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരാജയമാണിത്. അത് നടത്തണമെന്ന് തന്നെയാണ് ഇന്നും ഞങ്ങളുടെ ആവശ്യം. 10 വർഷം കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെ സാരഥി, അതിനപ്പുറം മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ചോദിക്കുകയാണ്, ആ ഒരു കാര്യത്തിൽ കൂട്ടി ചോദിക്കുകയാണ്, ജില്ലയിൽ എത്ര സീറ്റുകൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് എത്ര സീറ്റുകൾ ലഭിക്കാൻ സാധ്യത? മുസ്ലിം ലീഗിനല്ല, മുന്നണിക്ക് 16 സീറ്റും കിട്ടും. മുന്നണിക്ക് 16 സീറ്റുകൾ. കേരളത്തിലെ സ്ട്രെൻഡ് എന്തായിരിക്കും? കേരളത്തിൽ ഞങ്ങൾ LDFിൻ്റെ പ്രതിപക്ഷ നേതാവ് വ്യക്തമായും പറഞ്ഞില്ലേ, 100 സീറ്റിലധികം നേടി ഞങ്ങൾ അധികാരത്തിൽ വരും. എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? എത്ര സീറ്റ് വരെ? തീർച്ചയായും ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. എത്ര സീറ്റ് വരെ ഉണ്ടാവാനാണ് സാധ്യത? സീറ്റ് പ്രതിപക്ഷ നേതാവ് കൃത്യമായി സംസ്ഥാനത്തൊട്ടാകെ നടന്നിട്ട് 100 അവരുടെ പഠനം നടത്തിയിട്ടാണല്ലോ 100 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞത്. അധികാരത്തിൽ ജനാധിപത്യ മുന്നണി വരും എന്നാണ് എൻ്റെ നിലപാട്. സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിനാണ് വിദ്യാഭ്യാസ വകുപ്പ് കൂടെയുള്ളത്. സ്വാഭാവികം താങ്കളൊരു പ്രൊഫസറും കൂടിയാണ്. ഒരു സാധ്യത 100% ഇല്ലേ? അല്ല, ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ അതൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ തെരഞ്ഞെടുപ്പാണ്, 9-ാം തീയതി വോട്ടെടുപ്പാണ്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിനാണ് പാർട്ടി സംസ്ഥാന പ്രസിഡന്റും തങ്ങളും അതുപോലെ തന്നെ പാർട്ടിയും മുന്നണിയും എന്നെ ഏൽപ്പിച്ചത്. ആ പ്രവർത്തനം നടത്തുകയാണ് ഞങ്ങളിവിടെ. അതിലിപ്പോൾ മറ്റു ചിന്തയൊന്നുമില്ല. ഇപ്പോൾ ജയിക്കുക, ഏറ്റവും നല്ല ഭൂരിപക്ഷം ഉണ്ടാക്കുക, ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുക. ബാക്കിയൊക്കെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രസിഡന്റാണ് തീരുമാനിക്കുന്നത്. അത് ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ചിന്തയില്ല. ഏകദേശം എത്ര ഭൂരിപക്ഷം ഇത്തവണ ഉണ്ടാവാനാണ് സാധ്യത? അല്ല, അതിപ്പോൾ നമ്മളെ സമയത്ത് എത്ര കൃത്യമായ എണ്ണം പറയുന്നതിന് പിന്നെ പറയാൻ ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മണ്ഡലം കമ്മിറ്റിയൊക്കെ വലിയ പ്രതീക്ഷയിലാണ്, വലിയ നല്ലൊരു ഭൂരിപക്ഷം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എല്ലാവിധ ആശംസകളും, താങ്ക് യു. എല്ലാ വിജയാശംസകളും. താങ്ക് യു.